എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഇപ്പൊ ആ ഒരു വില്ലേജിൽ നിന്ന് ഒരുപാട് ദൂരത്തായിട്ട് മുഴുവനും ഐസാലും മഞ്ഞാലും മൂടപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരികയാണ്. അവരാണെങ്കിൽ സേഫ് ആയിട്ട് ഒരു വീട്ടിലങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സമാധാനം. കാരണം ഒരുപാട് ദൂരത്താണ് ഇപ്പൊ അവരുള്ളത്. കൊച്ചിയെ കൊണ്ട് അത്ര വേഗത്തിലൊന്നും അവരെ കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. പക്ഷെ എന്താ, അവിടെ ഭയങ്കര തണുപ്പ്. അവർക്ക് അവിടെ ഒരുപാട് നേരം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. മാത്രമല്ല, അവർക്കിപ്പോ ആ വിശ്വസുന്ദരിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. തായ്ലാന്റിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള അത്രയും സൗന്ദര്യമുള്ള പെൺകുട്ടിയെ അവളെ പോലും അവര് വെട്ടിക്കൊന്നു കളഞ്ഞു. അപ്പൊ നമ്മുടെ അവസ്ഥ അതെന്താവുമെന്ന് ഇപ്പൊ റോബിൻ പറയും. അവരെല്ലാം ടെൻഷനായി പരസ്പരം നോക്കും. ഓൾറെഡി ഒറോച്ചിയൻ ടീം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. അവരാണെങ്കിൽ ഒരുപാട് നേരം കാര്യമായിട്ട് അങ്ങനെ ചിന്തിച്ച് ഇപ്പൊ ഫ്ലവർ ക്യാപിറ്റലിലേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ്. ഉടനെ കാഞ്ചറോ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് അവര് കണ്ടുപിടിച്ച ഇൻഫർമേഷൻസ് അത് ഷെയർ ചെയ്യാനായിട്ട് പറയും. റോബിൻ ആണെങ്കിൽ അവൾക്കാണെങ്കിൽ ഭയങ്കര നിരാശ. അവൾ ഒരുപാട് സാഡായി എല്ലാവരോടും പറയും, എനിക്ക് കാര്യമായിട്ട് വലിയ ഇൻഫർമേഷൻസ് അതൊന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നോർമലായിട്ട് അവന്റെ ചില റൊട്ടീൻസ് അത് മാത്രം പറയും. ഉടനെ ബ്രൂക്ക് ആണെങ്കിൽ അവൻ കണ്ടെത്തിയ ചില ഇൻഫർമേഷൻ ഷെയർ ചെയ്യാണ്. പ്രധാനമായിട്ടും അവനൊരു പോണോഗ്ലിഫ് കണ്ടു. പക്ഷേ അത് റെഡ് കളറിലുള്ള പോണോഗ്ലിഫ് അല്ല, ഒരു നോർമൽ പോണോഗ്ലിഫ് ആണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഫ്ലവർ ക്യാപിറ്റൽ കാണിക്കും. അവിടെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വിശ്വസുന്ദരി പെണ്ണ് അവൾ മരിച്ച ന്യൂസ് അത് കാട്ടുതീ പോലെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവളെ ആ ഐലാൻഡിലുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അവരുടെ ഐലാൻഡിലെ ഒരു അഭിമാനമായിരുന്നു അവള് കൊല്ലപ്പെട്ടതറിഞ്ഞ് ഇപ്പൊ ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ വിഷമമാവും. ഇവിടെ സാഞ്ചിക്കാണെങ്കിൽ ആ വിശ്വസുന്ദരി മരിച്ചത് അത് സഹിക്കാനായിട്ട് കഴിയില്ല. അതേസമയം അവൻ യൂസ്ട്രസ് കിഡ് അവൻ ജയിലിൽ ചാടിയതറിഞ്ഞ് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം അവൻ ജയിലിൽ ചാടിയാലും വലിയ കുഴപ്പമാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത നമ്മുടെ സാഞ്ചിയുടെ ടിന്ന് അതാണെങ്കിൽ കുഞ്ഞുങ്ങളെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ബിഗ് മോമിന്റെ അസിസ്റ്റൻസിനാണെങ്കിൽ ഇപ്പൊ മുകളിലേക്ക് കയറാനായിട്ട് കഴിയില്ല. കാരണം കിങ് ആണെങ്കിൽ മുകളിലേക്ക് കയറി വരാനായിട്ട് അനുവദിക്കുന്നില്ല. മാത്രമല്ല, ബിഗ് മോം അവളിപ്പോ എവിടെയാണെന്ന് അറിയില്ല. പക്ഷേ കാര്യത്തിൽ അവർക്ക് നല്ല ഉറപ്പുണ്ട്. മറ്റൊന്നുമല്ല, ബിഗ് മോം ജീവിച്ചിരിപ്പുണ്ട്. കാരണം ബിഗ് മോമിന്റെ വിബ്രൂ കാർഡിന് ഇതുവരെ യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ ബിഗ് മോമിനെ ഇവിടെ പൈററ്റ്സ് അവർ പിടിച്ചിട്ടുണ്ടാവുമോ എന്ന് ചിന്തിച്ച് അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇതിൽ കൈഡോയും ബിഗ് മോമും അവർ രണ്ടുപേരും പണ്ട് ഒരേ ടീമിലുള്ളവരായിരുന്നു. അതിനുശേഷമാണ് അവർ രണ്ടുപേരും 4 എംപറേഴ്സിൽ രണ്ടുപേരായി മാറിയത്. പരസ്പരമാണെങ്കിൽ കാഷ്വലായിട്ട് പറയും, ബിഗ് മോം ഇൻ കേസ് കൈഡോയുടെ അടിയിൽ മരിക്കുകയാണെങ്കിൽ പിന്നീട് മോമിന്റെ പൈററ്റിനെ നിയന്ത്രിക്കുന്നത് ഞാനായിരിക്കും. സാക്ഷാൽ പരസ്പരോ പൈററ്റ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ബിഗ് മോമിനെ കാണിക്കും. അവരാണെങ്കിൽ ഇഫിയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പ്രിസൺ അത് ലക്ഷ്യമാക്കി ഹായായിട്ട് നടന്നു പോവാണ്. പൈലറ്റ് പെണ്ണിന്റെ മാസ്റ്റർ ആളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഒരുപാട് ടെൻസ്ഡ് ആവും. നിങ്ങൾ എന്തായി ചെയ്യണേ? നിങ്ങൾ ചെയ്യുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. 4 എംപറേഴ്സിൽ ഒരാളാണ് സാക്ഷാൽ ബിഗ് മോം. അവൾക്ക് ഒരു നിമിഷം വേണമെങ്കിലും അവളുടെ ബോധം തിരികെ കിട്ടാം. അങ്ങനെ സംഭവിച്ചാൽ അവരാദ്യം ഇല്ലാതാക്കുക നിങ്ങളെ ആയിരിക്കും. പക്ഷെ കുഞ്ഞിപ്പെണ്ണും വയലറ്റും ആ സാമുറായി പെണ്ണും അവർ രണ്ടുപേരും ചേർന്ന് മാസ്റ്ററിനെ കൺവിൻസ് ചെയ്ത് വീണ്ടും ബിഗ് മോമുമായിട്ട് മുൻപോട്ടേക്ക് പോകും. ബിഗ് മോം ആണെങ്കിൽ ചോപ്പറിനോട് ചോദിക്കും, നിങ്ങൾ ആദ്യം എന്നെ കണ്ടപ്പോ ബിഗ് മോം എന്നൊരു പേര് പറഞ്ഞില്ലേ? സത്യത്തില് ആ പേര് എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നുന്നു. അത് കേൾക്കേണ്ട താമസം ചോപ്പറിന്റെ കാറ്റ് പോവും. അവൻ എന്തൊക്കെയോ പറഞ്ഞ് ബ്രെയിനിലൊക്കെ കയറിയിരുന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് അവളെ ഡൈവേർട്ട് ചെയ്യും. അതേസമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചെക്കൻ മൊമന്റോസ്കി അവനാണെങ്കിൽ ഇപ്പോഴും ആ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ട്രെയിനിങ് എടുക്കുകയാണ്. ഇവിടെ ബിഗ് മോമിനാണെങ്കിൽ വിശന്ന് അവളുടെ വയറ്റിൽ നിന്ന് ശബ്ദങ്ങൾ പുറത്തേക്ക് കേൾക്കാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ കുറച്ച് പേടിയാവും. ബിഗ് മോം ആണെങ്കിൽ ടെൻഷനായിട്ട് ഇപ്പൊ അവരോട് ചോദിക്കും, ഇനിയും ഒരുപാട് ദൂരം നമുക്ക് പോകാനുണ്ടോ? അതിനവർ മാപ്പൊക്കെ കാണിച്ച് അവർക്ക് പോകാനുള്ള റൂട്ട് അത് വളരെ ക്ലിയർ ആയിട്ട് ബിഗ് മോമിന് പറഞ്ഞു കൊടുക്കും. ബിഗ് മോം ആണെങ്കിൽ ആ ഒരു മാപ്പിലേക്ക് നോക്കി ടെൻഷനാവും. ഓ ഗോഡ്, ഇത് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. ഇത്രയും നേരം എന്നെ കൊണ്ട് വിശപ്പ് അത് സഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ചോപ്പറിനെ വളരെ ക്രൂക്കഡായിട്ട് നോക്കുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താ വീണ്ടും നമ്മുടെ ലൂഫിയുടെ പ്രസൻ കാണിക്കും. അവിടെ അപ്പാപ്പനാണെങ്കിൽ ആളുടെ വെപ്പൻ അതങ്ങനെ എടുത്ത് വലിയൊരു മലയിൽ ആഞ്ഞു വെട്ടുകയാണ്. ആൾ എത്രത്തോളം ശക്തി ഉപയോഗിച്ച് വെട്ടിയിട്ടും അത് തകരില്ല. അതേസമയം അപ്പാപ്പന്റെ തൊട്ടു പിന്നിലായിട്ട് സാക്ഷാൽ ലൂഫി അവനാണെങ്കിൽ 10 പേര് ഒരുമിച്ചെടുക്കേണ്ട വലിയൊരു പിക്കാസ് എടുത്ത് ഇവിടെ ഉണ്ടായിരുന്ന പാറയിൽ ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ ആ പാറ മുഴുവനായിട്ടും അങ്ങനെ തകർന്ന് വീഴുകയാണ്.
മാസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ജോലി അവനാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്തു തീർത്തിരിക്കുകയാണ്. ചുറ്റുമുള്ള പ്രിസണേഴ്സ് ആണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ലൂഫിയുടെ പവറും അവന്റെ ഡിറ്റർമിനേഷനും ഒക്കെ കണ്ട് അവരെങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. ലൂഫി ആണെങ്കിൽ അപ്പോഴും വിട്ടുകൊടുക്കാതെ ഇപ്പോ ആ അപ്പാപ്പൻ തകർക്കാൻ ശ്രമിക്കുന്ന പാറ അതിലും ആഞ്ഞടിക്കും. ഉടനെ അതും പൊടിയായി കഷ്ണങ്ങളായി മാറുകയാണ്. അപ്പാപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആള് ലൂഫിയോട് താങ്ക്സ് പറയും. ആക്ച്വലി ലൂഫി ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവന് വേണ്ടിയാണ്. അവന്റെ സ്ട്രെങ്ത് അതെങ്ങനെയെങ്കിലും എൻഹാൻസ് ചെയ്യണം. കൈഡോയുടെ പവർ ഓൾറെഡി ലൂഫി മനസ്സിലാക്കി കഴിഞ്ഞു. അത് വളരെ കൂടുതലാണ്. സോ കൈഡോയെ തോൽപ്പിക്കണമെങ്കിൽ ഞാനും പവർഫുൾ ആവണമെന്ന് പറഞ്ഞിട്ടാണ് ലൂഫി ഇത്തരത്തിൽ നല്ല ഹാർഡായിട്ട് ജോലിയൊക്കെ ചെയ്ത് ട്രെയിനിങ് എടുക്കുക. ഇവിടെ അപ്പാപ്പനാണെങ്കിൽ ലൂഫിയുടെ പവറും സ്ട്രെങ്ത്തും ഒക്കെ കണ്ട് ആളും എടുത്ത് ആഞ്ഞു വെട്ടും. പക്ഷെ എന്താ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളങ്ങനെ തളർന്ന് താഴെ വീഴുകയാണ്. ഉടനെ ലൂഫി ആണെങ്കിൽ വീണ്ടും അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന കുറച്ച് ടിക്കറ്റ്സ് അത് അപ്പാപ്പന് കൊടുക്കുകയാണ്. ആളാണെങ്കിൽ ഹാപ്പിയായി കുറെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഫുഡ് ടിക്കറ്റ്സുമായിട്ട് ഇപ്പൊ ഭക്ഷണം വാങ്ങാൻ കടന്നു പോകും. അതേസമയം വാർഡൻ ലൂഫിയെ ലക്ഷ്യമാക്കി വരികയാണ്. യൂസ്റ്റസ് കിഡ് അവൻ ഓൾറെഡി ആ സെല്ലിൽ നിന്ന് ചാടിപ്പോയിരിക്കുകയാണ്. അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതെന്തെങ്കിലും ലൂഫിക്ക് അറിയാമായിരിക്കുന്ന കരുതിയാണ് അവൻ ലൂഫിയുടെ അടുത്തേക്ക് വരിക. അവൻ ലൂഫിയുടെ അടുത്തേക്ക് വന്ന് ഇപ്പൊ ലൂഫിയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. അതേസമയം ഇവിടെ അപ്പാപ്പനാണെങ്കിൽ ലൂഫി കൊടുത്ത ടിക്കറ്റ്സ് അതുപയോഗിച്ച് ഫുഡ് വാങ്ങി വരികയാണ്. ആൾക്കാണെങ്കിൽ ലൂഫിയോട് തീർത്താൽ തീരാത്ത നന്ദി. വീണ്ടും വീണ്ടും ലൂഫിയോട് നന്ദി പറഞ്ഞ് അതിലൊരു ഡംപ്ലിംഗ് എടുത്ത് കഴിക്കാൻ നോക്കുമ്പോഴായിരിക്കും ആരോ ഒരാൾ അത് തട്ടിത്തെറിപ്പിക്കുകയാണ്. അപ്പനാണെങ്കിൽ പേടിച്ച് തല മുകളിലേക്ക് ഉയർത്തി നോക്കും. അത് മറ്റാരുമല്ല, ആ ഒരു ജയിലിലെ വൈസ് വാർഡൻ. ഒരു ഭാഗത്ത് ആ വാർഡൻ അവനാണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അവന്റെ തുപ്പൽ മുഴുവൻ ലൂഫിയുടെ മുഖത്തേക്ക് അച്ചറം പൊച്ചറം തെറിക്കും. ലൂഫിക്കാണെങ്കിൽ ഒന്നും തന്നെ തിരികെ പറയാനായിട്ട് കഴിയില്ല. അവൻ ദേഷ്യപ്പെട്ട് പറയും, എനിക്കറിയാം നീയും ആ യൂസ്റ്റസ് കിഡും നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്താണ് ഇത് സംഭവിച്ചത്. അവൻ ചാടിപ്പോയതിൽ നിനക്കും പങ്കുണ്ട്. പക്ഷെ ഒരു കാര്യം നീ മറക്കാൻ പാടില്ല, ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടില്ല. ഇത് കൈഡോയുടെ കോട്ടയാണ്. ഇവിടെ നിന്ന് ആരെ കൊണ്ടും രക്ഷപ്പെട്ടു പോവാൻ കഴിയില്ല. ലൂഫിക്കാണെങ്കിൽ തുപ്പൽ വീണ് വീണ് ചത്താ മതിയെന്നാവും. ഓ ഗോഡ്, നീ ഇത് കാണുന്നില്ലേ? നിന്റെ തുപ്പൽ മുഴുവൻ വീഴുന്നത് എന്റെ ദേഹത്താണ്. അവൻ രക്ഷപ്പെട്ടതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. അതിനാ വാർഡനാണെങ്കിൽ വീണ്ടും അവൾ കലിപ്പായി ലൂഫിയോട് പറയും, എന്ത് നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ധിക്കരിച്ച് എന്നെ തന്നെ ഇൻസൾട്ട് ചെയ്യും. നീ എന്നെ ഇൻസൾട്ട് ചെയ്താ ആദ്യം നിന്റെ 2 കാലുകളും വെട്ടിയെറിയും. അതിനുശേഷം നിന്റെ ഈ പൊന്തം കൈ, പിന്നീട് നിന്റെ തല, അങ്ങനെ മുഴുവനായിട്ടും നിന്നെ തല്ലിക്കൊല്ലും. ഇതാ ഇവിടെ ആ വൈസ് വാർഡൻ ആളാണെങ്കിൽ ആ അപ്പാപ്പനെ അച്ചറം പൊച്ചറം അടിക്കുകയാണ്. അതുകൊണ്ട് ബാക്കി പ്രിസണേഴ്സ് വൈസ് വാർഡനോട് റിക്വസ്റ്റ് ചെയ്യാണ്, ദയവ് ചെയ്ത് അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. അദ്ദേഹം ഒരു ഏജ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. അതിനാ വൈസ് വാർഡൻ പറയും, നിങ്ങളിത് കാണുന്നില്ലേ, ഇയാൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. നിങ്ങളെല്ലാവരെയും ഇയാൾ ചീറ്റ് ചെയ്യാണ്. സ്വന്തമായി ജോലി ചെയ്ത് ഡബ്ലിങ്സ് വാങ്ങിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ കൂപ്പൺ അത് ചോദിച്ചു വാങ്ങി അതുപയോഗിച്ചാണ് ഇയാൾ ഫുഡ് കഴിക്കുന്നത്. അതൊരു വലിയ തെറ്റ് തന്നെയാണ്. ഇവിടെ റൂൾസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് പിന്നെ അപ്പാപ്പനെ ചവിട്ടി കൂട്ടുകയാണ്. ആളാണെങ്കിൽ നിരങ്ങി ആ നിലത്ത് വീണ് കിടക്കുന്ന ഡംപ്ലിങ്സ് അത് കഴിക്കാനായിട്ട് ശ്രമിക്കും. ഇതിലാണെങ്കിൽ മുഴുവനായിട്ടും പൊടിയും മണ്ണും ഒക്കെ പുരണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പാപ്പനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതങ്ങനെ കഴിക്കുകയാണ്. ഇതിൽ കൺട്രോൾ പോയ വൈസ് വാർഡൻ ആളാണെങ്കിൽ അവന്റെ ബോട്ട് ഉപയോഗിച്ച് അപ്പാപ്പനെ തല്ലി അങ്ങനെ കൊല്ലാൻ ശ്രമിക്കും. അത് കണ്ട് ചുറ്റുമുള്ളവരും അവരാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് അദ്ദേഹത്തെ വെറുതെ വിടണം. അതൊരു ഏജ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഞങ്ങൾക്ക് അദ്ദേഹം ഫുഡ് കഴിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ വൈസ് വാർഡൻ അതൊന്നും കേൾക്കാതെ വീണ്ടും അദ്ദേഹത്തെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും. അപ്പാപ്പനാണെങ്കിൽ എത്രയൊക്കെ ചവിട്ടും തോഴിയും കൊണ്ടിട്ടും ആ ഒരു ഫുഡ് വേസ്റ്റ് ആക്കാതെ അത് കഴിക്കുകയാണ്. കാരണം അത് ലൂഫിയുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ്. അത് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതേസമയം ലോങ് ഷോട്ടിൽ ലൂഫി അവൻ ഈ കാഴ്ച കണ്ട് ഫുൾ കലിപ്പില് ഇപ്പൊ വൈസ് വാർഡനെ നോക്കി വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.